ലിവർപൂൾ എന്ന കപ്പൽ ഉലയുകയില്ല സാർ, അവിടെ വാൻഡൈക്ക് എന്ന് പറയുന്ന ഒരു വൻമതിലുണ്ട് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞവർക്ക് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 94-ാമത്തെ മിനിറ്റ് മൂന്നാമത്തെ ഗോള് കയറുന്നത് വരേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. യെസ്, എനിക്കറിയാം ഇന്നലത്തെ മാച്ചിൽ ലിവർപൂൾ തന്നെയാണ് ജയിച്ചത്. സോ സ്വാഭാവികമായിട്ട് ലിവർപൂളിൻ്റെ ഒരുപാട് പോസിറ്റീവ്സ് പലരും പറയുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് പറയാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? അതുകൊണ്ട് തന്നെ ആ സൈഡ് പറയുകയാണ് ഈ വീഡിയോയിലുള്ളത്. സോ മേ ബി ലിവർപൂൾ ഫാൻസിന് എത്രമാത്രം ഇഷ്ടമാവുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. ഗൈസ്, ഉള്ളതുപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാച്ച് കാണാതിരുന്നപ്പോൾ എനിക്കറിയാം ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഹോം സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. സെൻറ്റ് ജെയിംസ് പാർക്കിൽ വെച്ചിട്ടാണ് മാച്ച് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ഫാൻസും കാര്യങ്ങളെല്ലാം ഫുൾ ഓൺ ആയിരിക്കും. ഇറങ്ങിയപ്പോൾ തന്നെ ഇസാക്കിൻ്റെ കേസിൽ ലിവർപൂൾ ഫാൻസിൻ്റെയും അതുപോലെ ബാക്കി സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളപ്പോൾ തുടക്കം മുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ആൻഡ് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഇസാക്ക് വിഷയം കിടക്കുന്നതുകൊണ്ട് തന്നെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ച് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഞാനാണെങ്കിൽ പ്രീ സീസൺ വെച്ചിട്ട് വാൻഡൈക്ക് ചിലപ്പോൾ ഫ്ലോപ്പ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ ടൈമിംഗ് ഒക്കെ പലതും തെറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് എക്സ്കാസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ പോയപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റേ പ്രാർത്ഥിച്ചിരിക്കാറൊന്നുമില്ല, ദേ കിടക്കട്ടെ, എന്നാൽ വാൻഡൈക്കിന് ഇതുപോലെ സംഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ ചെയ്ത് അങ്ങനെയൊന്നുമല്ല. ഞാൻ എൻ്റെ ആ ഒരു പ്രീ സീസൺ കണ്ട് എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സമയം മുതൽ ഞാൻ അപ്പോഴും പറഞ്ഞു ഇപ്പോഴും പറയുന്ന സാധനം തന്നെയാണ്, ലിവർപൂളിൻ്റെ ഡിഫൻസ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതിൻ്റെ ഒരു എപ്പിക് എക്സാമ്പിൾ ആയിരുന്നു ഇന്നലത്തെ മാച്ച്. അതുപോലെ തന്നെ ഇന്നലത്തെ മാച്ച് ലൈവ് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ലപ്പാ. എന്തുകൊണ്ടാണ് ഒരാൾക്കാർക്ക് പ്രീമിയർ ലീഗിനോട് ഇത്രയും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലത്തെ മാച്ച് ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ കാരണം. എന്ത് മത്സരമായിരുന്നു, ഇഷ്ടം, അടിപൊളി മാച്ചായിരുന്നു എന്ന് തന്നെ എടുത്ത് പറയണം കേട്ടോ. ന്യൂകാസിൽ യുണൈറ്റഡ് റെഡ് കാർഡ് കിട്ടുന്നതും ആദ്യത്തെ ഗോള് വഴങ്ങുന്നത് വരേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂളിനെ കളിക്കാൻ വിട്ടിട്ടേ ഇല്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മുടെ ന്യൂകാസിൽ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് എസ്പെഷ്യലി ആ സ്റ്റേഡിയം എൻറ്റയറായിട്ട് ലിവർപൂളിന് ഒരു പേടി ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിന് വേറൊരു വശം കാണണ്ട, പക്ഷെ എന്നാലും ഞാൻ ആ സ്റ്റേഡിയത്തിൽ അവർ അത്രയും നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ശരിയാണ്, ഒരാൾ ഡൗൺ ആവുന്നു. ഇസാക്കിനെ പോലത്തെ ഒരു സ്ട്രൈക്കർ ഇല്ലാതെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആൻ്റണിയെ കുറച്ച് കണ്ട് പറയണതല്ല, പക്ഷെ എന്നാലും ഇസാക്ക് ഇസ് ഡിഫറെൻറ്റ്, റൈറ്റ്? അപ്പം അതിൽ കളി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ ഗോളും വന്നു, 2 വീണു. അത് കഴിഞ്ഞൊരു സെക്കൻഡ് ഹാഫ് വരുന്നു. അപ്പോഴും നമുക്കറിയാം ഓൾറെഡി ഒരാൾ താന്ന് കിടക്കുകയാണ്. ആൻഡ് മില്യൻസ് എറിഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ലൈനുള്ള ലിവർപൂളിനെ തടഞ്ഞു നിർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനിയും അടിച്ച് കൂട്ടില്ലേ എന്ന് വിചാരിക്കുമ്പോഴാണ് 2 അടിച്ച് അവർ തിരിച്ചു വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് പറയാം, വാൻഡൈക്കിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഒന്നും ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ കപ്പൽ ഉലയുകയില്ല സാർ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വിചാരിച്ചിരുന്നവർക്കൊക്കെ കൊനാറ്റ ആക്ച്വലി നല്ല രീതിയിൽ ടെൻഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റിൽ റിയോയുടെ 94-ാമത്തെയോ 96-ാമത്തെയോ മിനിറ്റിലുള്ള ആ ഗോള് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നുമല്ല, ലിവർപൂളിൻ്റെ ഡിഫൻസിനെ എല്ലാവരും കൂടെ വലിച്ച് കീറുന്ന സിറ്റുവേഷൻ ആയേനെ എന്നുള്ളതാണ് കാര്യം. ഒരാൾ ഡൗൺ, പ്രോപ്പറായിട്ട് എങ്ങനെയൊക്കെ നോക്കുമ്പോഴും ലിവർപൂളിൻ്റെ സ്ക്വാഡാണ് മച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. എന്നിട്ടും ന്യൂകാസിൽ 2 അടിച്ച് കളി തിരിച്ചു പിടിച്ചു എന്നുള്ളൊരു ഫീല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതാണ് ന്യൂകാസൽ എന്നുള്ളതാണ്. എസ്പെഷ്യലി അവരുടെ കോച്ചിനെയാണ് എടുത്ത് പറയേണ്ട കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ടാക്ടിക്സും ബാക്കി കാര്യങ്ങളും ഒക്കെ വാസ് ലൈക്ക് വെരി പെർഫെക്റ്റ്. ആൻഡ് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവർക്ക് ആ ഹോം സ്റ്റേഡിയത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ടും ആ ഒരു എനർജിയും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ലിവർപൂളിൻ്റെ ഡിഫൻസിൽ ഉണ്ടായിട്ടുള്ള പിഴവുകളെ അവർ കൃത്യമായിട്ട് സെറ്റ് പീസുകളിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാത്ത സമയവും പലപ്പോഴും കൊനാറ്റയുടെ ഭാഗത്തുനിന്ന് ചില ചെറിയ മിസ്റ്റേക്കുകൾ, ഒരു ബോൾ എടുത്ത് പുള്ളി ഫ്രണ്ടിൽ കയറാൻ പോയപ്പോൾ നേരെ അപ്പുറത്തേക്ക് എടുത്ത് പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും അവസാനം എങ്ങനെയൊക്കെയോ എന്ത് ചെയ്തു, ലിവർപൂൾ കഴിച്ചിലായി 3 പോയിൻറ്റ്സ് അവരെടുത്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിൽ ഈ വീക്കിൽ ദി ബെസ്റ്റ് എന്ന് ഞാൻ ചെൽസിയുടെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ദേ കിടക്കേണ്ടത് ഇങ്ങനെ. എനിക്ക് തോന്നുന്നു ഈ വീക്കിൽ ദി വെരി ബെസ്റ്റ് മാച്ച് ഇത് തന്നെയായിരുന്നു. കാരണം അജാതി കളിയായിരുന്നു. ഇരു ടീമിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും, അതിപ്പോൾ ടച്ചസിൻ്റെ കാര്യമാവട്ടെ, ബോക്സിനുള്ളിലെ ടച്ചസ് ആയിക്കോട്ടെ,
ഷോട്ട്സ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും ന്യൂ കാസിലും അതുപോലെ തന്നെ ലിവർപൂളും നമുക്ക് നല്ലൊരു മാച്ച് തന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ലിവർപൂളിൻ്റെ ഈ ഡിഫൻസ് ഇതിന് തന്നെയാണ് ഞാൻ അന്ന് വേറൊരു രീതി പറഞ്ഞത്. പക്ഷേ അത് വാൻഡൈക്കിൻ്റെ തലയിലായി പോയത് കാരണം എല്ലാവരും കൂടെ എന്നെ ഇറക്കി കയറ്റി. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ മാച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തോന്നിയെന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് കറോ. ആൻഡ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക, ആൻഡ് ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര ഉപകാരം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.